ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ പോകുന്നത് വേസ്റ്റ്ഡോങ് ഫോൾസിലേക്കാണ്. ഇവിടെ നമുക്ക് പെർ ഹെഡ് 100 റുപ്പീസാണ് ആയത്. പിന്നെ സ്റ്റിക്ക് വേണ്ടവർക്ക് സ്റ്റിക്ക് വാങ്ങാവുന്നതാണ്. നമ്മൾ പിന്നെ സ്റ്റിക്കൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വഴിയാണ് നമുക്ക് ഇറങ്ങി പോകേണ്ടത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കല്ല് വെച്ചിട്ട് സ്റ്റെപ്സ് പണിതിട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അധികം ബുദ്ധിമുട്ടില്ലായിരുന്നു കേട്ടോ നമുക്ക് പോകാനൊക്കെ. ഈ ഒരു വഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ അത്യാവശ്യം നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഇതൊരു കാട്ടിൽ വഴി വെട്ടിയിട്ട് ഈ കല്ലുകൾ മുഴുവൻ ചുമന്ന് തന്നെ എത്തിക്കണം താഴോട്ട്. ചുമന്ന് എത്തിച്ച് ഇതേമാതിരി സ്റ്റെപ്സ് പണിയണമെങ്കിൽ അത്യാവശ്യം നല്ലപോലെ സമയം എടുത്തിട്ടുണ്ടാവും, അത്യാവശ്യം നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടും ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ സ്റ്റെപ്സ് ഇറങ്ങി കുറച്ചെത്തുമ്പോൾ നമുക്ക് വ്യൂ പോയിന്റ് പറഞ്ഞ് കാണാം. അപ്പോൾ അവിടെ പോയി നിന്നാലാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സ്റ്റെപ്സ് എത്ര ലെയറായിട്ടാണ് വെള്ളച്ചാട്ടം വരുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റുക. ഇത് വേസ്റ്റ്ഡോങ് ഫോൾസ് പറയുന്ന ഒരു 3 തട്ട് വാട്ടർഫോളാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് കാണണമെങ്കിൽ നമുക്ക് അതിൻ്റെ ടോപ്പ് വ്യൂ കാണണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നാലാണ് കാണാൻ പറ്റുക. പിന്നെ നമുക്ക് ഇരിക്കാനായിട്ട് മുള കൊണ്ട് ബെഞ്ച് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ദൂരം മരം കൊണ്ടുള്ള സ്റ്റെപ്സ് ആണ് ഇതേപോലെ. പിന്നെ സൈഡിലൊക്കെ എന്ന് പറഞ്ഞാൽ മുള കൊണ്ട് നമുക്ക് പിടിക്കാനായിട്ട് ഇവർ പണിതിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ. മഴയുള്ള സമയങ്ങളിൽ നമുക്ക് ഇതുവരെ ഒന്നും ഇറങ്ങി വരാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം അത്ര ഫോഴ്സിലായിരിക്കും വെള്ളമൊക്കെ ഒഴുകി വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ ഇറങ്ങി കാണണമെന്നുണ്ടെങ്കിൽ മഴയില്ലാത്ത സമയം മാത്രം നോക്കി സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വേസ്റ്റ്ഡോങ് ഫോൾസ് പറയുന്നത് 3 ലെയറായിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ ഏറ്റവും താഴത്തെ തട്ടിലാട്ടോ നിൽക്കുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് എത്ര തട്ടാന്നുള്ളതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അത് നമുക്ക് മുകളിൽ നിന്നാൽ മാത്രമാട്ടോ കാണാൻ പറ്റുള്ളൂ. ഈ കല്ലിൽ ഇതേപോലെ ഹോൾസ് ഉള്ളത് നമുക്ക് ഒരു ബെനിഫിറ്റാണ് കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഓരോ സ്ഥലത്തേക്ക് കയറാനായിട്ട് ഇതിനകത്ത് പിടിച്ച് കയറാൻ പറ്റും, എളുപ്പത്തിൽ കയറാൻ പറ്റും നമുക്ക്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് തട്ടിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് സെക്കൻഡ് തട്ടിൽ നിന്നുള്ള വ്യൂ. നേരെ ഇതേപോലെ അവിടെ ഇരുന്നിട്ട് അധികം ഇരുട്ടാവണേ മുമ്പ് തന്നെ നമ്മൾ തിരിച്ചു കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് തന്നെ സൂര്യൻ അസ്തമിച്ചു, ഇത് അസ്തമിക്കാൻ നിൽക്കുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ പോണ വഴിക്ക് കുറേ പാറക്കല്ലുകൾ ഇങ്ങനെ കണ്ടു. അപ്പോൾ എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയി നോക്കിയതാണ്. ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ കാണുന്നവിടുത്തെ എല്ലാ വെള്ളവും അതെ നല്ല നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. പിന്നെ ഈവനിങ് ഇവിടെ വന്നിരിക്കാനൊക്കെ നല്ല അടിപൊളി വൈബാട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഇങ്ങനെ ചുമ്മാ ഈവനിങ് ഒക്കെ വന്നിരിക്കായിരുന്നല്ലോ എന്നൊക്കെ തോന്നിയിരുന്നു. അങ്ങനെ അതും കണ്ടു പോരുന്ന വഴിക്കാണ് എൻ്റെ കണ്ണിൽ ഇത് പെട്ടത്. അതാ ആ മലയിലൊക്കെ തീ കത്തുന്നു. പിന്നെ നമ്മൾ ഈ ഷോപ്പിൽ ചായ കുടിക്കാൻ കയറിയതാട്ടോ. അപ്പോൾ അവിടുന്ന് നോക്കുമ്പോഴും ഈ തീ കത്തണ കാണാം. ഞാനപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നടന്ന കേട്ടോ. ഇത് ഈ മുളയെന്ന് ഓരോ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് പേടിയായിട്ട് ഞാൻ ഒരു വിധത്തിലാണ് പോയി എത്തി നോക്കുന്നത് അതെന്താണ് അപ്പുറത്ത് നിന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ചായ കുടിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ നിൽക്കാൻ അധികം ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വേഗം തിരിച്ചു പോയി കേട്ടോ. നൈറ്റ് നമ്മൾ ഇവിടുന്ന് ആട്ടോ ഫുഡ് കഴിച്ചാൽ നല്ല ഫുഡായിരുന്നു. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.